ഹായ് എവ്രി വൺ, വെൽക്കം ടു നീതൂസ് ക്ലാസ് റൂം. 5ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഡൈവേഴ്സ് എംപ്ലോയ്മെൻറ്റ്സ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡൈവേഴ്സ് എംപ്ലോയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യത്യസ്ത തരത്തിലുള്ള ജോലികൾ. അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ജോലികളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 1-2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പിക്ചർ എന്താണെന്ന് നോക്കൂ. കീർത്തീസ് പാരൻസ് ഗീവ് ഹെർ ടോഫീസ് ആസ് എ റിവാർഡ് ഫോർ വാട്ടറിങ് ദ ഗാർഡൻ അറ്റ് ഹോം റെഗുലർലി. അപ്പോൾ കീർത്തിയാണ് അവളുടെ വീട്ടിലെ പൂന്തോട്ടം എപ്പോഴും എല്ലാ ദിവസവും നനയ്ക്കുന്നത്. അപ്പോൾ അവളുടെ അച്ഛനും അമ്മയും അതിന് ഗിഫ്റ്റായിട്ട് അവൾക്ക് ടോഫീസ് കൊടുക്കുന്നു. ദെൻ രണ്ടാമത്തെ നോക്കൂ. തേജ is gifted a story book by his parents for folding the clothes regularly at home. അപ്പോൾ തേജയാണ് അവൻ്റെ വീട്ടിലെ ക്ലോത്ത്സൊക്കെ വാഷ്ഡ് ക്ലോത്ത്സൊക്കെ എന്നും മടക്കി വയ്ക്കുന്നത് തേജയാണ്. സോ അതിനൊരു ഗിഫ്റ്റായിട്ട് അവൻ്റെ പാരൻസ് അവൻ എന്ത് കൊടുക്കുന്നു? സ്റ്റോറി ബുക്ക് ഗിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യാൻ സഹായിക്കാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളിപ്പം എവിടെയെങ്കിലും പോകുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് കടയിൽ പോകുമെന്നൊക്കെ പറഞ്ഞു ഒന്ന് കടയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തരും? ചിലപ്പോൾ മിഠായി വാങ്ങിക്കാനൊക്കെ പൈസ തരും അല്ലേ, കടയിൽ പോകുന്നതിനൊരു റിവാർഡായിട്ട് അല്ലേ? അതേപോലെ തന്നെ നമ്മൾ ഓരോ ജോലി ചെയ്യുന്നതിന് നമുക്ക് എന്ത് കിട്ടും? ചിലപ്പോൾ ഒരു റിവാർഡ് തിരിച്ച് ലഭിക്കും. ഹാവ് യു നോട്ടീസ്ഡ് ദ പിക്ചേഴ്സ് ഗിവൺ എബോവ്? അപ്പോൾ അതിനനുസരിച്ച് 2 ചോദ്യം അവിടെ ചോദിച്ചിട്ടുണ്ട്. നോക്കൂ. വാട്ട് ഡിഡ് കീർത്തി ഗെറ്റ് ഫോർ വാട്ടറിങ് ദ ഗാർഡൻ? അപ്പോൾ ചെടി നനച്ചതിന് കീർത്തിക്ക് എന്താണ് കിട്ടിയത്? കീർത്തി ഗോ ടോഫീസ് ഫോർ വാട്ടറിങ് ദ ഗാർഡൻ. കീർത്തിക്ക് ടോഫീസ് ആണ് കിട്ടിയത്. ദെൻ അടുത്തത് നോക്കൂ. ഹൗ ഡിഡ് തേജാസ് പാരൻസ് അപ്രിഷിയേറ്റഡ് ഹിം ഫോർ ഫോൾഡിങ് ക്ലോത്ത്സ്? എങ്ങനെയാണ് തേജയുടെ പാരൻസ് അവനെ അപ്രീഷിയേറ്റ് ചെയ്തത്, അഭിനന്ദിച്ചത്? എന്ത് കൊടുത്തിട്ടാണ് അഭിനന്ദിച്ചത്? തേജാസ് പാരൻസ് ഗിഫ്റ്റഡ് എ സ്റ്റോറി ബുക്ക് ഫോർ അപ്രീഷിയേറ്റിംഗ് ഹിം അല്ലേ? ഒരു സ്റ്റോറി ബുക്കാണ് ഗിഫ്റ്റായിട്ട് കൊടുത്തത്. വാട്ട് ഡു ദ എൽഡേഴ്സ് ഇൻ യുവർ ഹോം ഗെറ്റ് ഇൻ റിട്ടേൺ ഫോർ ദ വർക്ക് ദേ ഡു? അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള കുട്ടികൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വർക്ക് ചെയ്യുന്നതിന് മിഠായിയോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഗിഫ്റ്റോ ഒരു കളിപ്പാട്ടോ ഒക്കെ ആയിരിക്കും തിരിച്ച് കിട്ടുന്നത്. പക്ഷേ നമ്മുടെ വീട്ടിലെ മുതിർന്ന ആളുകൾ എൽഡേഴ്സ് ജോലി ചെയ്യുന്നതിന് അവർ ചെയ്യുന്ന വർക്കിന് എന്താണ് അവർക്ക് പ്രതിഫലമായിട്ട് കിട്ടുന്നത്? അവരുടെ വേജസ് ആണ്, അല്ലെങ്കിൽ സാലറിയാണ്, പൈസയാണ്, മണിയാണ് അവർക്ക് എന്തായിട്ട് കിട്ടുന്നത്? റിവാർഡായിട്ട് കിട്ടുന്നത് അല്ലേ? സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻകം എന്ന് പറയുന്നത്. അതാണ് അവരുടെ വരുമാനം അല്ലേ? അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ജോലികളെക്കുറിച്ചുള്ള പിക്ചറാണ് ഇനി കൊടുത്തിരിക്കുന്നത്. നോക്കൂ. എന്താണ് ഫസ്റ്റ് പിക്ചറിൽ? ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുകയാണ് അല്ലേ? സെക്കൻഡ് പിക്ചറിലാണെങ്കിലോ ഒരു കച്ചവടക്കാരൻ സാധനങ്ങൾ വിൽക്കുകയാണ്. ദെൻ നോക്കൂ, അതിന് താഴെയുള്ള പിക്ചറുകൾ നോക്കൂ. അടുത്തൊരു പിക്ചറിൽ, ഈ പിക്ചറിൽ എന്താണ് ചെയ്യുന്നത്? അവർ ക്യാരംസ് ഗെയിം കളിക്കുകയാണ് അല്ലേ? ഇനി ഇവിടെയാണെങ്കിലോ ഒരു ഡോക്ടറും നേഴ്സും രോഗീനെ ട്രീറ്റ് ചെയ്യാണ്. ദെൻ അതിന് താഴെ നോക്കൂ, ഇവിടെ ഒരു ഡ്രോയിങ് കോമ്പറ്റീഷനാണ് നടക്കുന്നത് അല്ലേ? ഇവിടെയാണെങ്കിലോ ഈ പിക്ചറിൽ അവരൊരു സ്പോർട്സ് കളിക്കുകയാണ്, വോളിബോൾ കളിക്കുകയാണ് അല്ലേ? സോ അപ്പോൾ ഇതിൽ ഓരോന്നിലും വ്യത്യസ്തമായ പ്രവർത്തികൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലും ഒരു പ്രതിഫലം കിട്ടുന്ന പ്രവർത്തികൾ തന്നെയാണ് ഇവരെല്ലാവരും തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കൂ. Hope you have observed the pictures of people involved in different activities. Which are the activities that each one is involved in? അപ്പോൾ ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു പോയി തന്നെ നമുക്ക് പോയിന്റ് ആയിട്ട് എഴുതാം. ട്രേഡ് അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, കച്ചവടം അല്ലേ? പിന്നെ നമുക്ക് എന്തൊക്കെ പറയാം? ടീച്ചിങ് ഉണ്ട് അല്ലേ? ടീച്ചിങ് ഉണ്ട്. പിന്നെ ഗെയിമിംഗ് ഉണ്ട് അല്ലേ? ഗെയിംസ് കളിക്കുന്നുണ്ട്, പ്ലേയിങ് ഗെയിംസ് ആണ്. പിന്നെയോ ഹെൽത്ത് കെയർ ഉണ്ട് അല്ലേ? അതായത് ചികിത്സയാണ് അവിടെ കൊടുക്കുന്നത്. ഡോക്ടറും നേഴ്സും ചികിത്സിക്കുകയാണ്, അപ്പോൾ നമുക്ക് ഹെൽത്ത് കെയർ പറയാം. ദെൻ ഡ്രോയിങ് ചെയ്യുന്നുണ്ട്, സ്പോർട്സ് പ്ലേയിങ് സ്പോർട്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇത്തരം ആക്ടിവിറ്റീസ് ഒക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് എമംഗ് ദീസ് ആക്ടിവിറ്റീസ് ആർ റിവാർഡഡ് ഇൻ ദ ഫോം ഓഫ് മണി? ഈ ആക്ടിവിറ്റീസിൽ ഏതൊക്കെ ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണ് പൈസയായിട്ട് നമുക്കതിൻ്റെ പ്രതിഫലം കിട്ടുന്നത്? അതിൻ്റെ ഒരു റിവാർഡായിട്ട്, പ്രതിഫലമായിട്ട് പൈസ കിട്ടുന്ന ജോലികൾ ഏതൊക്കെയാണ്? ഏതൊക്കെ ആക്ടിവിറ്റീസിനാണ് ഇതിൽ പൈസ കിട്ടുന്നത്? നമുക്ക് ഏതൊക്കെ കാണാം? ടീച്ചിങ് അല്ലേ? അതേപോലെ ട്രേഡ്, ഹെൽത്ത് കെയർ അല്ലേ? ടീച്ചർക്ക് ശമ്പളം കിട്ടും, കച്ചവടക്കാരന് പൈസ കിട്ടും അല്ലേ? ഒരു സാധനം വിൽക്കുമ്പോൾ പൈസ കിട്ടും. അതേപോലെ ഡോക്ടർക്കും നേഴ്സിനും എന്ത് കിട്ടുന്നുണ്ട്? സാലറി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ജോലികൾക്കൊക്കെയാണ് പൈസയായിട്ട് റിവാർഡ് കിട്ടുന്നത്. അടുത്തത് നോക്കൂ. വിച്ച് ആക്ടിവിറ്റീസ് ആർ റിവാർഡഡ് വിത്ത് ഗിഫ്റ്റ്സ്?
ഇനി ഏതിനൊക്കെയാണ് സമ്മാനങ്ങൾ കിട്ടുന്നത്, റിവാർഡായിട്ട് സമ്മാനം കിട്ടുന്നത്? ഫോർ എക്സാമ്പിൾ നമ്മൾ വോളിബോൾ പ്ലേ ചെയ്യുന്നത് കണ്ടു. അതിൽ ജയിക്കുന്ന ടീമിന് എന്താ കിട്ടുക? ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രൈസാണ് കിട്ടുക അല്ലേ? അല്ലാണ്ട് പൈസ കിട്ടാൻ സാധ്യതയുണ്ടോ? അവർ ചെയ്ത ജോലിക്ക് പ്രതിഫലമായിട്ട് പൈസ ആരെങ്കിലും കൊടുക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല, അവർക്കൊരു സമ്മാനം ഗിഫ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതേപോലെ ഡ്രോയിങ് കോമ്പറ്റീഷൻ കണ്ടു, അതിലും ജയിക്കുന്ന വ്യക്തിക്ക് എന്താണ് കിട്ടുക? ഒരു സമ്മാനമാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഏതൊക്കെ പറയാം? ഗെയിമിംഗ്, ഡ്രോയിങ്, സ്പോർട്സ്, ഇതിലൊക്കെ നമുക്ക് ഗിഫ്റ്റുകളാണ് കിട്ടുന്നത്. അതൊക്കെ അല്ലേ? സോ നോക്കൂ, അവിടെ കൊടുത്തിരിക്കുന്ന പോയിന്റ് നോക്കൂ. സം ഓഫ് അവർ ആക്ഷൻസ് ഗെറ്റ് റിവാർഡ് ആസ് ആൻഡ് സം ഗെറ്റ് ഗിഫ്റ്റ്സ്. ഫോർ ആക്ടിവിറ്റീസ് സച്ച് ആസ് ടീച്ചിങ്, ട്രേഡിംഗ് ആൻഡ് ഹെൽത്ത് കെയർ, ഇൻഡിവിജ്വൽ റിസീവ് മണി ആസ് റിവാർഡ്. അപ്പം നമ്മുടെ ആക്ടിവിറ്റീസിന്, നമ്മൾ ചെയ്യുന്ന ചില ആക്ടിവിറ്റീസിനൊക്കെ നമുക്ക് റിവാർഡോ അല്ലെങ്കിൽ പൈസയോ ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്, സമ്മാനങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ടീച്ചിങ്, ട്രേഡിംഗ്, ഹെൽത്ത് കെയർ, ഇതിലൊക്കെ എന്താണ് റിവാർഡായിട്ട് കിട്ടുന്നത്? മണിയാണ് റിവാർഡായിട്ട് കിട്ടുന്നത് അല്ലേ? ഇൻകം ഈസ് ദ മണി റിസീവ്ഡ് ബൈ എ പേഴ്സൺ ഓവർ എ പീരീഡ് ഓഫ് ടൈം ആസ് എ റിസൾട്ട് ഓഫ് എൻഗേജിങ് ഇൻ വേരിയസ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പോൾ ഇൻകത്തിൻ്റെ ഒരു ഡെഫിനിഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കൂ, അപ്പോൾ ഇൻകം, വരുമാനം എന്ന് പറയണത് എന്താണ്? ഒരു വ്യക്തിയുടെ വരുമാനം എന്ന് പറഞ്ഞാൽ ഇൻകം ഈസ് ദ മണി റിസീവ്ഡ് ബൈ എ പേഴ്സൺ. ഒരു പേഴ്സൺ ഒരു നിശ്ചിത കാലയളവിൽ ഒരു ജോലി ചെയ്തതിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തതിന് അവർക്ക് കിട്ടുന്ന മണി, ആ ഒരു കാലയളവിൽ ചെയ്യുന്ന ജോലിക്ക് കിട്ടുന്ന, അവർ ചെയ്ത ആക്ടിവിറ്റിക്ക് കിട്ടുന്ന ഒരു പൈസേനെയാണ് നമ്മൾ എന്ത് പറയുക? ആ വ്യക്തിയുടെ ഇൻകം എന്ന് പറയുക. അതായത് നമ്മൾ ചിലപ്പോൾ ഒരാഴ്ചയായിരിക്കും, ഇപ്പോൾ മൺഡേ ടു ഫ്രൈഡേ ഒരാൾ ജോലി ചെയ്യുന്നു, അയാൾക്ക് ആ ജോലിക്കുള്ള അത്രയും ദിവസം ചെയ്ത ജോലിക്ക്, അയാൾ ചെയ്ത പ്രവൃത്തി എന്താണോ അതിനുള്ള ഒരു റിവാർഡ് പൈസയായിട്ട് കൊടുക്കുന്നു. ആ പൈസയാണ് അയാളുടെ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ആ പോയിന്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇൻകത്തിൻ്റെ ഒരു ഡെഫിനിഷനാണ്. ഇൻകം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ആക്ടിവിറ്റീസ് പറഞ്ഞു, ഇപ്പോൾ ടീച്ചിങ് പറഞ്ഞു, ട്രേഡിങ്, ഹെൽത്ത് കെയർ, ഇതിലൊക്കെ ഇൻകം കിട്ടുന്നുണ്ട്. ദെൻ ഇതുകൂടാതെ നമുക്ക് ഒരുപാട് ജോലികൾ പറയാം അല്ലേ? ഡ്രൈവർ ഇൻകം കിട്ടുന്നുണ്ട്. പിന്നെ ഒരുപാട് നമ്മൾ ചുറ്റും കാണുന്ന ഡോക്ടർമാർക്ക്, എഞ്ചിനീയർമാർക്ക്, എല്ലാ തരത്തിലും ജോലി ചെയ്യുന്ന ആൾക്കാർക്കും എന്ത് കിട്ടുന്നുണ്ട്? ഇൻകം കിട്ടുന്നുണ്ട്. ഇൻകം കിട്ടാതെ വെറുതെ ആരെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്യുമോ? ഇല്ല. ദെൻ അടുത്തത് നോക്കൂ, എംപ്ലോയ്മെൻറ്റ്. സോ എംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഒരു പോയം, ഒരു കവിത കൊടുത്തിട്ടുണ്ട്. NV കൃഷ്ണവാര്യർ എഴുതിയ കവിത. അതിൽ എന്താ ചെയ്യുന്നത്? കവിത ഞാൻ മൊത്തത്തിൽ വായിക്കുന്നില്ല. അതിൻ്റെ ഒരു ആശയം എങ്ങനെയാണ്? ഒരു ടീച്ചർ ചോദിക്കുകയാണ്, പഠിപ്പ് തീർന്നാൽ പള്ളിക്കൂടം വിട്ട് കഴിഞ്ഞെന്നാൽ പറയുക പിന്നീട് എന്തൊരു പണിക്ക് പോകുന്നീ. അപ്പോൾ കുട്ടികളോട് ചോദിക്കുകയാണ്, നിങ്ങൾ പഠിത്തം കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇപ്പോഴും ചോദിക്കും അല്ലേ? വാട്ട് ഈസ് യുവർ അംബീഷൻ എന്നൊക്കെ ടീച്ചേഴ്സ് ചോദിക്കില്ലേ? അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു ആഗ്രഹം? എന്തായി തീരാനാണ് അല്ലെങ്കിൽ എന്ത് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നാമത്തെ ആൾ പറയുന്നത് അയാൾ കൃഷി ചെയ്യും എന്നാണ്. ഇത്രയും നല്ലൊരു തൊഴിലില്ല, അപ്പോൾ അയാൾ കൃഷി ചെയ്യുമെന്ന് പറയുന്നു. രണ്ടാമൻ പറയുന്നത് എന്താണ്? കച്ചവടം ചെയ്യും, കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കച്ചവടം ചെയ്യാനാണ് അയാൾക്ക് ആഗ്രഹം എന്ന് പറയും. മൂന്നാമനോ, കുട്ടികൾക്ക് വേണ്ടി മികച്ചൊരു വിദ്യാലയം ആരംഭിച്ചിടുന്നാണ് മൂന്നാമത്തെ ആൾ പറയുന്നത്. അപ്പോൾ എഡ്യൂക്കേഷണൽ ഫീൽഡാണ് അയാൾക്ക് താല്പര്യം. ദെൻ നാലാമൻ പറയുന്നത് പട്ടാളത്തിൽ ചേരും, പടനായകനായിട്ട് നമ്മുടെ ഭാരതരാജ്യം കാക്കാൻ വേണ്ടിയിട്ട് പട്ടാളക്കാരനാവുന്ന പറയുന്നത്. അപ്പോൾ ഓരോ കുട്ടിയുടെയും ചിന്തകൾ എത്ര വ്യത്യസ്തമാണെന്ന് നോക്കുക അല്ലേ? ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അവരുടെ ആഗ്രഹങ്ങൾ. അപ്പോൾ ഇതേപോലെ തന്നെ ഏതൊക്കെ ഫീൽഡാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ആർ ദ ജോബ് മെൻഷൻഡ് ഇൻ ദീസ് ലൈൻസ്? അതിൽ പറയുന്ന ജോലികൾ എന്തൊക്കെയാണ്? ആ കവിതയിൽ പറഞ്ഞിട്ടുള്ള ജോലികൾ എന്തൊക്കെയാണെന്നാണ് അടുത്തൊരു ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇതേപോലെ നമുക്ക് പറയാം ഏതൊക്കെയുണ്ട്. അഗ്രികൾച്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്, ബിസിനസ്, അതേപോലെ എഡ്യൂക്കേഷൻ, ഡിഫെൻസ് അല്ലേ? അഗ്രികൾച്ചർ ഫീൽഡിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ അടുത്ത ആൾക്ക് ബിസിനസ്സിലാണ് ഇൻട്രസ്റ്റ്. പിന്നെ മറ്റേ ആൾ പറയുന്നത് എഡ്യൂക്കേഷണൽ ഫീൽഡിലേക്കാണ്, അയാൾ വിദ്യാലയം സ്ഥാപിക്കുന്നതാണ് പറയുന്നത്. എഡ്യൂക്കേഷണൽ ഫീൽഡിനെ കുറിച്ച് പറയുന്നു. അടുത്ത ആൾക്കാണെങ്കിൽ ഡിഫെൻസിൽ പോകണം എന്നാണ് അല്ലേ? ഇപ്പോൾ പട്ടാളം എന്ന് പറയുന്ന, ഡിഫെൻസ് എന്ന് പറയുമ്പോൾ പ്രതിരോധ മേഖല. അപ്പോൾ അതിൽ പട്ടാളം മാത്രമല്ല
നേവിയോ അല്ലെങ്കിൽ എയർഫോഴ്സോ ഇതൊക്കെ എല്ലാത്തിലും വരുന്നതാണ്. അപ്പോൾ നമുക്ക് പൊതുവെ ഡിഫൻസ് എന്ന് പറയാം. ഈ ഒരു ജോലികളെക്കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട്. അതേപോലെ നിങ്ങളോടും ചോദിച്ചിട്ടുണ്ട്, വാട്ട് എംപ്ലോയ്മെൻറ്റ് ഡു യു വിഷ് ടു ഡു ഇൻ ഫ്യൂച്ചർ? നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ്, എന്ത് ജോലി ചെയ്യാനാണ് താല്പര്യം? അപ്പം നിങ്ങളുടെ താല്പര്യം എന്താണെന്ന് നിങ്ങൾക്ക് അവിടെ എഴുതാം. ഓക്കെ. ദെൻ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു, നോക്കൂ. ഈസ് ഇറ്റ് ഓൺലി ഫിസിക്കൽ വർക്ക് ദാറ്റ് ഹ്യൂമൻസ് ഡു? ഹ്യൂമൻസ് ചെയ്യുന്ന ജോലി എന്ന് പറയുമ്പോൾ അതിൽ ഫിസിക്കൽ വർക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞു, കുറേ ജോലികൾ പറഞ്ഞു അല്ലേ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു, നേഴ്സ് പറഞ്ഞു, അല്ലെങ്കിൽ ഫാമേഴ്സ് പറഞ്ഞു, കൃഷി ജോലികൾ ചെയ്യുന്ന ആൾക്കാർ, ഡ്രൈവേഴ്സ്, അങ്ങനെയൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ അവരൊക്കെ ഓരോ ഫിസിക്കൽ ജോലികൾ അവർ ജോലി ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനത്തെ ജോലിയെ നമ്മൾ ഫിസിക്കൽ വർക്ക് എന്ന് പറയുന്നു. ശരീരം ഉപയോഗിച്ച് നമ്മൾ അധ്വാനിക്കുന്ന തരത്തിലുള്ള ജോലികളെ ഫിസിക്കൽ വർക്ക് എന്ന് പറയുന്നു. ഈ എല്ലാ ജോലികളും അല്ലെങ്കിൽ ഫിസിക്കൽ വർക്കിനെ മാത്രമാണോ നമ്മളൊരു എംപ്ലോയ്മെൻ്റ് ആയിട്ട്, ഒരു തൊഴിലായിട്ട് കാണാൻ പറ്റുന്നുള്ളൂ? അല്ല അല്ലേ. എംപ്ലോയ്മെൻറ്റ് ഈസ് ദ വർക്ക് ഡൺ ബൈ എ പേഴ്സൺ ഫിസിക്കലി ഓർ ഇൻ്റലക്ച്വലി ഫോർ ഇൻകം. ഫിസിക്കലി ചെയ്യുന്നതാവണമെന്ന് മാത്രമല്ല, ഇൻ്റലക്ച്വലി നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച്, നമ്മുടെ കഴിവ് ഉപയോഗിച്ച് നമ്മൾ ഇൻ്റലക്ച്വലി ചെയ്യുന്ന കാര്യങ്ങളും എന്ത് തന്നെയാണ്? ഒരു എംപ്ലോയ്മെൻറ്റ് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ബുക്ക് എഴുതുന്ന ഒരാൾ, അല്ലെങ്കിൽ നമ്മൾ ന്യൂസ് പേപ്പറിൽ കാണുന്ന ന്യൂസ് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന ആൾ, ഇവരൊന്നും എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ എന്തെങ്കിലും ഇപ്പോൾ കിളയ്ക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ശരീരം അനങ്ങി അവർ ജോലി ചെയ്യുന്നില്ല. പക്ഷെ അവരുടെ ബുദ്ധി അവർ ഉപയോഗിക്കുന്നുണ്ട്. ഒരു സാധനം ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർ അല്ലേ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവരുടെ കഴിവാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതും എന്ത് തന്നെയാണ്? അതും ഒരു ജോലി തന്നെയാണ്. അപ്പോൾ ഒരു എഴുത്തുകാരൻ അയാൾ ശരീരം അനങ്ങി ജോലി ചെയ്യുന്നില്ല, അയാൾ വെറുതെ ഇരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അയാളുടെ കഴിവ് അയാൾ അവിടെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതിനാണ് അയാൾക്ക് എന്ത് കിട്ടുന്നത്? ഇൻകം കിട്ടുന്നത്. അപ്പോൾ ഒരു എംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഫിസിക്കലിയോ അല്ലെങ്കിൽ ഇൻ്റലക്ച്വലിയോ ഇൻകത്തിന് വേണ്ടി ചെയ്യുന്ന ഏതൊരു കാര്യവും എന്ത് തന്നെയാണ്? എംപ്ലോയ്മെൻറ്റ് തന്നെയാണ്. Its reward is paid in the form of wages or salary. അപ്പം നമുക്കതിന് കൂലിയായിട്ടോ ശമ്പളമായിട്ടോ വേജസ് ഓർ സാലറി ആയിട്ട് എന്ത് കിട്ടും? അതിനുള്ള റിവാർഡ് കിട്ടും. ദെൻ എംപ്ലോയ്മെൻറ്റ് ഇസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഫോർ ഇൻഡിവിജ്വൽസ്. അപ്പോൾ കൂടുതൽ ആൾക്കാരുടെയും ഒരു വരുമാന സ്രോതസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇത്തരത്തിലുള്ള തൊഴിലുകൾ തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ വേജസും സാലറിയും തമ്മിലുള്ള വ്യത്യാസം? അല്ലെങ്കിൽ ഒരു വ്യക്തി കിട്ടുന്ന കൂലി അല്ലെങ്കിൽ ശമ്പളം, ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നാണ് ഇനി നമ്മൾ അടുത്തത് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നോക്കൂ. വേജസ് ഇസ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ ഫോർ ദ എംപ്ലോയീസ് ഫോർ പെർഫോമിംഗ് സർവീസ് അണ്ടർ എ കോൺട്രാക്ട്. ഇപ്പോൾ വേജസ്, കൂലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിശ്ചിത ദിവസങ്ങളിൽ ഒരു നിശ്ചിത സമയത്ത് ജോലി ചെയ്യുന്നു, അതിന് എന്ത് കൊടുക്കുന്നു? അതിനുള്ള റിവാർഡ് പൈസയായിട്ട് കൊടുക്കുന്നു. അതായത് ഇപ്പം നമ്മുടെ കൂലിക്ക് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർ ഒരു ദിവസം ഇപ്പോൾ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ആണെങ്കിൽ അത്രയും നേരം ജോലി ചെയ്യുന്നു. അവർക്ക് ആ ചെയ്ത ദിവസത്തിനുള്ള അവർ ജോലി ചെയ്യുന്ന ദിവസം അവർക്ക് കൂലി കിട്ടുന്നു. അതാണ് എന്ത്? വേജസ് എന്ന് പറയുന്നത്. അതൊരു കോൺട്രാക്ട് ബേസാണ്. നിങ്ങൾ ഇത്ര സമയം ജോലി ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര രൂപ കിട്ടും. നിങ്ങൾ ജോലി ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ ഒരു ദിവസം ജോലിക്ക് വന്നില്ലെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് പൈസ കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാലറി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇൻകത്തിനെയാണ് നമ്മൾ വേജസ് എന്ന് പറയുക. അതേസമയം സാലറി എന്ന് പറഞ്ഞാലോ, ബട്ട് സാലറി ഈസ് ദ റെമ്യൂണറേഷൻ പെയ്ഡ് ബൈ ദ എംപ്ലോയർ ഫോർ ദ വർക്ക് പെർഫോംഡ് ബൈ ദ എംപ്ലോയീസ് ഓൺ എ മന്ത്ലി ബേസിസ്. പക്ഷേ ഒരു മന്ത്ലി ബേസ്, ഒരു മാസത്തേക്ക് ഇത്ര രൂപ എന്നുള്ള രീതിയിൽ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? സാലറി എന്ന് പറയുക. ഇപ്പോൾ സാലറി എന്ന് പറഞ്ഞാൽ ഒരു മാസം ഇത്ര രൂപ, അതിൽ ചിലപ്പോൾ അവർ കുറച്ച് ദിവസം ലീവ് എടുത്തിട്ടുണ്ടാവും അല്ലേ, എന്നാലും ആ സാലറി എന്ത് കിട്ടും? അത്രയും ആ സാലറി, ഫിക്സഡ് സാലറി, ഇപ്പോൾ 10,000 രൂപയാണ് ഒരു ആൾക്ക് ഒരു മാസം സാലറി എങ്കിൽ അത് കിട്ടും. ഒരു നിശ്ചിത അളവിലുള്ള ലീവ് എടുത്താലോ അല്ലെങ്കിൽ ഒരു സൺഡേ നോർമലായി കിട്ടുന്ന ലീവ് എടുത്താലോ ഒന്നും അവർക്ക് അതിനുള്ള ശമ്പളത്തിൽ കുറവ് വരുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വരുമാനത്തിനെയാണ് നമ്മൾ സാലറി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് വേജസും സാലറിയും തമ്മിലുള്ള വ്യത്യാസം. ചെയ്യുന്ന സമയത്തിനുള്ള പൈസ കൊടുക്കുന്നതിനെയാണ് നമ്മൾ വേജസ് എന്ന് പറയുക. മന്ത്ലി ബേസിൽ ഒരു വരുമാനം കിട്ടുന്നതിനെയാണ് നമ്മൾ സാലറി എന്ന് പറയുക. ഓക്കെ. ദെൻ ഇനി ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സിൻ്റെ ജോലികളെക്കുറിച്ചാണ് കേട്ടോ. ഓരോ മെമ്പേഴ്സിൻ്റെ പേരും അവർ ഏത് തരത്തിലുള്ള എംപ്ലോയ്മെൻ്റ് ആണ് ചെയ്യുന്നത് എന്നും എംപ്ലോയ്മെൻറ്റിലാണ് ഏർപ്പെട്ടിരിക്കുന്നതെന്നും എഴുതുക. ഓക്കെ. ദെൻ സോഴ്സസ് ഓഫ് ഇൻകം.
People around us earn income through different sources. They get income from agriculture, business, bank deposits, and other assets. Then, labor or property that generates such income is called സോഴ്സ് ഓഫ് ഇൻകം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, മെയിനായിട്ട് നമുക്ക് എംപ്ലോയ്മെൻറ്റിലൂടെയാണ് ഓരോ വ്യക്തിക്കും വരുമാനം ലഭിക്കുന്നതെങ്കിലും അത് കൂടാതെ മറ്റ് ഇൻകം സോഴ്സുകൾ ഉണ്ടാകും അല്ലേ. ഒരു ഫാമിലിയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ജോലിക്ക് പോണ വ്യക്തികളുടെ ഇൻകം മാത്രമല്ലാതെ ചിലപ്പോൾ അവർക്ക് എന്തുണ്ടാവും, ജോലിക്ക് പോകുന്നുണ്ടാവും, പിന്നെ അവർക്ക് കൃഷി ഉണ്ടാവും ചിലപ്പോൾ, അപ്പോൾ അതിൽ നിന്നുള്ള വരുമാനം ലഭിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ഇതുപോലെ എന്തെങ്കിലും സ്ഥലങ്ങളുണ്ടാവും അല്ലേ, അല്ലെങ്കിൽ അവരുടെ ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവും, അപ്പോൾ അതിൽ നിന്നുള്ള പലിശ ലഭിക്കുന്നുണ്ടാവും. അതല്ലെങ്കിൽ അവർക്ക് ബിൽഡിങ്ങുകൾ ഉണ്ടാവും, അവരത് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടാവും, അപ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടും, അവർക്ക് വാടക കിട്ടും. ഇതൊക്കെ എന്താണ്, എക്സ്ട്രാ ആയിട്ടുള്ള ഇൻകംകളാണ്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഇതെല്ലാം കൂടിയിട്ടാണ് നമ്മൾക്ക് എന്ത് പറയാൻ പറ്റുന്നത്, സോഴ്സസ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഓരോ ആൾക്കാർക്കും പല സോഴ്സുകളിൽ നിന്ന് ഇൻകം കിട്ടുന്നുണ്ടാവും. അഗ്രികൾച്ചർ, ബിസിനസ്, ബാങ്ക് ഡെപ്പോസിറ്റ്, മറ്റുള്ള അസറ്റുകൾ, ഇതിനൊക്കെയുള്ള വരുമാനം കിട്ടുന്നുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ജോലിയോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയോ, ലേബർ ഓർ പ്രോപ്പർട്ടി ദാറ്റ് ജനറേറ്റ് സച്ച് ഇൻകം ഇസ് കോൾഡ് സോഴ്സസ് ഓഫ് ഇൻകം. അപ്പോൾ ഇതിനെല്ലാത്തിനെയും കൂട്ടിയിട്ടാണ് വരുമാന സ്രോതസ്സുകൾ, സോഴ്സസ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഇനി അതിൽ അസറ്റ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് സൈഡിൽ കൊടുത്തിട്ടുണ്ട് നോക്കും. അസറ്റ്സ് ആർ ദ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. ബിൽഡിംഗ് ആൻഡ് പ്രോപ്പർട്ടി ആർ എക്സാമ്പിൾസ് ഫോർ അസറ്റ്സ്. നമുക്ക് വരുമാനം ലഭിക്കുന്ന മറ്റ് സ്രോതസ്സുകളൊക്കെ നമ്മൾ എന്താണെന്ന് പറയുക, അസറ്റുകൾ എന്നാണ് പറയുക. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അപ്പോൾ ആ ബിൽഡിങ്ങിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ട്, റെൻറ്റ്, വാടക കിട്ടുന്നുണ്ട്. അതെന്താണ്, അത് അവരുടെ ഒരു അസറ്റാണ്. അതേപോലെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതിനെ നമുക്ക് എന്ത് ചെയ്യാം, അതിന് വേണമെങ്കിൽ നമുക്ക് ലോൺ എടുക്കാം, അത് അവരുടെ എന്താണ്, ഒരു അസറ്റാണ്. അതൊക്കെ വരുന്നതാണ് അസറ്റുകളിൽ. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് വ്യത്യസ്ത വരുമാന സ്രോതസ്സുകളെ കുറിച്ചിട്ട് ഒരു ഇലിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്കത് കംപ്ലീറ്റ് ആക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ കംപ്ലീറ്റ് ആക്കാൻ മാത്രമല്ല, നിങ്ങളിത് പഠിക്കുകയും വേണം, ഇതേപോലെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2 ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, എംപ്ലോയ്മെൻറ്റും ബാങ്ക് ഇൻവെസ്റ്റ്മെൻറ്റും. എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലിയിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും വരുമാനം കിട്ടും, അത് നമ്മുടെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആയിരിക്കും. പിന്നെ അതേപോലെ നമുക്ക് എന്തെങ്കിലും ബാങ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ, ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഗോൾഡ് നമ്മുടെ കയ്യിലുണ്ട്, അതൊക്കെ എന്താണ്, അസറ്റാണ്. അതൊക്കെ നമ്മുടെ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നമുക്ക് പൈസ കിട്ടും. ദെൻ അത് കൂടാതെ നമുക്ക് വേറെ എന്തൊക്കെ എഴുതാം, അഗ്രികൾച്ചർ. ഇപ്പം നമുക്ക് ഇതൊക്കെ ഉണ്ട്, അതിൻ്റെ കൂടെ നമുക്കിപ്പോൾ കുറച്ച് തെങ്ങിൻ തോട്ടം ഉണ്ടെന്ന് വിചാരിക്കുക, അതിൽ നിന്ന് നമ്മൾ തേങ്ങ വിൽക്കുന്നു, നമുക്ക് പൈസ കിട്ടുമല്ലോ. അപ്പോൾ അത് നമ്മുടെ ഒരു സോഴ്സ് ഓഫ് ഇൻകം ആണ്. അപ്പോൾ നമുക്ക് അഗ്രികൾച്ചർ പറയാം. അതുകൂടാതെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ബിസിനസ്സുകളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടും. പിന്നെ ബാങ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടാതെ നമുക്ക് വേറെ എന്തെങ്കിലും അസറ്റുകൾ ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ പ്രോപ്പർട്ടീസ്, ബിൽഡിങ്ങുകൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നമുക്ക് വരുമാനം ലഭിക്കും. അപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള സോഴ്സ് ഓഫ് ഇൻകംസ് ഓരോ വ്യക്തികൾക്കും അല്ലെങ്കിൽ ഓരോ ഫാമിലിക്കും ഉണ്ടാകാവുന്നതാണ്. ഓക്കെ, ഇനി നോക്കൂ, മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒബ്സർവ് ദ ലിസ്റ്റ് ഓഫ് ഇൻകം ഫ്രം വേരിയസ് സോഴ്സസ് ഗിവൺ ബിലോ. അപ്പോൾ ഓരോ സോഴ്സിൽ നിന്നും എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് നമുക്ക് ഇൻകം ലഭിക്കുന്നതെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അഗ്രികൾച്ചർ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ക്രോപ്പ്, നമ്മുടെ വിള എന്താണോ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഇൻകം കിട്ടുന്നത്. ഇപ്പം ഒരു റബ്ബർ തോട്ടമുള്ള ഒരു വ്യക്തിക്ക് എന്താണ്, ആ റബ്ബർ തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന റബ്ബർ പാലുകളിൽ നിന്നുള്ളത് അവരുടെ ആ വിളവാണ് അവരുടെ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ അഗ്രികൾച്ചറിൽ ഏത് ക്രോപ്പാണോ ഉള്ളത് ആ ക്രോപ്പിനനുസരിച്ചിട്ടാണ് ഇൻകം കിട്ടുക. ഇപ്പോൾ നെൽകൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ വ്യക്തിക്കാണെങ്കിൽ നെല്ലിനുള്ള വിലയാണ് കിട്ടുക. റബ്ബർ കൃഷി ചെയ്യുന്ന ആൾക്കാണെങ്കിൽ റബ്ബറിനനുസരിച്ചുള്ള വില, അവരുടെ വിളവിനനുസരിച്ച് അവർക്ക് വില ലഭിക്കുന്നു. എംപ്ലോയ്മെൻ്റ് ആണെങ്കിലോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേജസ് അല്ലെങ്കിൽ സാലറി, കൂലി അല്ലെങ്കിൽ ശമ്പളമായിട്ട് പൈസ ഇൻകം ലഭിക്കുന്നു. ബിസിനസ് ആണെങ്കിൽ പ്രോഫിറ്റാണ്, ലാഭമാണ് അല്ലേ. ബിസിനസ് ചെയ്യുന്ന വ്യക്തിക്ക് ലാഭമാണെങ്കിൽ ഇൻകം ലഭിക്കുന്നു, ഇനി നഷ്ടമാണെങ്കിൽ അതിനനുസരിച്ച് നഷ്ടവും സംഭവിക്കാം അല്ലേ. ഇപ്പോൾ ബിസിനസ്സിൽ പ്രോഫിറ്റാണ് അവരുടെ ഇൻകം എന്ന് പറയുന്നത്. ഇനി ബാങ്ക് ഡെപ്പോസിറ്റിലാണെങ്കിലോ ഇൻട്രസ്റ്റ് ആണ്, നമുക്ക് കിട്ടുന്ന പലിശയാണ് നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ 1 ലക്ഷം രൂപ ബാങ്കിൽ കൊണ്ടുപോയിട്ടു, ആ 1 ലക്ഷം ആയിട്ട് തന്നെ അവിടെ കിടക്കുകയെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് വരുമാനമൊന്നും കിട്ടുന്നില്ല. പക്ഷേ ബാങ്ക് നമുക്ക് എന്ത് തരും, ഇൻട്രസ്റ്റ് തരും, പലിശ തരും. അപ്പോൾ അതാണ് നമ്മുടെ വരുമാനം എന്ന് പറയുന്നത്. പിന്നെ
അസറ്റുകൾക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ബിൽഡിങ്ങുകൾക്കോ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിനോ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, റെൻ്റ് അല്ലെങ്കിൽ ലീസാണ് കിട്ടുക. ഇപ്പം നമുക്ക് കുറേ കൃഷി ചെയ്യുന്ന സ്ഥലമുണ്ട്, നമ്മൾ കൃഷി ചെയ്യുന്നില്ല, അത് വെറുതെ കിടക്കാതെ നമുക്കത് എന്തിനു കൊടുക്കാം, പാട്ടത്തിന് കൊടുക്കാം, ലീസിന് കൊടുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് അവരെന്ത് തരും, ആ കൊടുക്കുന്ന കാലയളവിന് ലീസ് തരും, പാട്ടം തരും. അതാണ് നമ്മുടെ വരുമാനം എന്ന് പറയുന്നത്. ഇനി ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ വീടുകളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റെൻറ്റിന് കൊടുക്കാം, അപ്പോൾ നമുക്ക് റെൻറ്റ് കിട്ടും, വാടക കിട്ടും. അതാണ് നമ്മുടെ വരുമാനം. ദെൻ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ഷെയർ അല്ലെങ്കിൽ ഡിവിഡൻ്റാണ് നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടുക. നമ്മൾ പറയില്ലേ ഈ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുക, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുക എന്നൊക്കെ പറയില്ലേ. അതായത് വലിയ വലിയ കമ്പനികളുടെയൊക്കെ ചെറിയ ഷെയറുകൾ നമ്മൾ വാങ്ങിക്കുന്നു, നമ്മൾ കുറച്ച് പൈസ കൊടുത്ത് നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ ആ കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ കൂടുന്നതിനനുസരിച്ചിട്ട് ആ ഷെയറിൻ്റെ അവർക്ക് ഉണ്ടാകുന്ന ലാഭത്തിൻ്റെ ഒരു പങ്ക് നമ്മൾക്കും കിട്ടും. അതിനെയാണ് എന്ത് പറയുക, ഷെയർ മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുക. അപ്പോൾ ആ ഷെയറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ, അവരുടെ ലാഭത്തിൻ്റെ ഒരു വിഹിതം നമുക്ക് ലഭിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഒരു വരുമാനമാണ്. അപ്പോൾ വ്യത്യസ്ത സോഴ്സസ് ഓഫ് ഇൻകവും അതിൽ നിന്ന് നമുക്ക് എന്ത് ഇൻകമാണ് കിട്ടുന്നത് എന്നുള്ളതുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. മാച്ച് ദി ഫോളോയിങ് അങ്ങനെയൊക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ അടുത്ത ടോപ്പിക്ക് നോക്കൂ, ഇൻഡിവിജ്വൽ ഇൻകം ആൻഡ് ഫാമിലി ഇൻകം. ഇൻഡിവിജ്വൽ ഇൻകം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ഇൻകം, ഫാമിലി ഇൻകം എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഇൻകം അല്ലേ. നമുക്ക് നോക്കാം. ജസ്റ്റ് ആസ് ദ സോഴ്സ് ഓഫ് ഇൻകം വിച്ച് ആർ ഡിഫറെൻറ്റ്, ഇൻകം ഫ്രം സച്ച് സോഴ്സസ് ആർ ഓൾസോ വേരീസ്. An individual can earn income from many sources. For example, a farmer's personal income can be from the interest incurred from bank deposit, profit from agricultural related business, etc. സോ ഒരു വ്യക്തിയുടെ ഇൻകം എന്ന് പറയുമ്പം അവരുടെ ജോലിയിൽ നിന്നുള്ള ഇൻകം കൂടാതെ മറ്റ് മാർഗ്ഗങ്ങളിലുള്ള ഇൻകം ഉണ്ടാകും. ഇപ്പോൾ ഒരു ഫാർമർ ആണെങ്കിൽ അയാൾക്ക് കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം കൂടാതെ ചിലപ്പോൾ അയാൾക്ക് ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ റിലേറ്റഡ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ബിസിനസ്സുകൾ ഉണ്ടാവാം. അപ്പോൾ അതിൽ നിന്നുള്ള ഇൻകം ഒക്കെ അയാളുടെ പേഴ്സണൽ ഇൻകമാണ്. അപ്പോൾ ഒരാളുടെ പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം, എ പേഴ്സൺ ഗെറ്റ്സ് ഇൻകം ത്രൂ എംപ്ലോയ്മെൻറ്റ് ആൻഡ് അതർ മീൻസ്. പേഴ്സണൽ ഇൻകം ഈസ് ദ ടോട്ടൽ ഇൻകം റിസീവ്ഡ് ബൈ എ പേഴ്സൺ ഫ്രം വേരിയസ് സോഴ്സ് ഓഫ് ഇൻകം ഡ്യൂറിങ് എ പെർട്ടിക്കുലർ പീരീഡ്. ഓക്കെ, അതായത് ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു പെർട്ടിക്കുലർ സമയത്ത്, ഇപ്പോൾ ഒരു വർഷമാണെങ്കിൽ ആ ഒരു വർഷത്തേക്ക് അയാൾക്ക് ഏതെല്ലാം മാർഗ്ഗങ്ങൾ, വേരിയസ് സോഴ്സിൽ നിന്നുള്ള അയാൾക്ക് കിട്ടുന്ന ഇൻകത്തിന് എല്ലാം കൂടി കൂട്ടിയിട്ട് ടോട്ടലായിട്ട് പറയുന്നതാണ് അയാളുടെ ഒരു വർഷത്തെ പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ഒരു വ്യക്തിക്ക് എല്ലാ സോഴ്സിൽ നിന്നും കിട്ടിയ ഇൻകത്തിന്, പൈസേനെ എല്ലാത്തിനെയും കൂടി പറയുന്ന, വരുമാനത്തിന് എല്ലാത്തിനെയും കൂടി പറയുന്നതാണ് പേഴ്സണൽ ഇൻകം എന്ന്. നോക്കൂ, ഈ ഭാഗം മാർക്ക് ചെയ്ത് വയ്ക്കുക. പേഴ്സണൽ ഇൻകം ഈസ് ദ ടോട്ടൽ ഇൻകം റിസീവ്ഡ് ബൈ എ പേഴ്സൺ ഫ്രം വേരിയസ് സോഴ്സസ് ഓഫ് ഇൻകം ഡ്യൂറിങ് എ പെർട്ടിക്കുലർ പീരീഡ്. അപ്പോൾ പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി ഒരു ഫാമിലി ഇൻകം എന്ന് പറഞ്ഞാലോ, ഫാമിലി ഇൻകം ഈസ് ദ ഇൻകം റിസീവ്ഡ് ബൈ ഓൾ ദ മെമ്പേഴ്സ് ഓഫ് എ ഫാമിലി ഡ്യൂറിങ് എ സർട്ടൻ പീരീഡ്. അപ്പോൾ ഇതേപോലെ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് മാത്രമാണ് ഇതുപോലെ വരുമാനം ഉണ്ടാകാനില്ലല്ലോ, 2 or 3 ആൾക്കാർക്ക് വരുമാനമുള്ള കുടുംബങ്ങളുണ്ടാകും. അപ്പോൾ ആ ഫാമിലിയുടെ മൊത്തത്തിലുള്ള ഒരു പെർട്ടിക്കുലർ സമയത്തെ വരുമാനത്തിനെയാണ് ഫാമിലി ഇൻകം എന്ന് പറയുക. പേഴ്സണൽ ഇൻകവും ഫാമിലി ഇൻകവും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് പഠിച്ചു വയ്ക്കാം. ഓക്കെ, വീണ്ടും നമ്മൾ വ്യത്യസ്ത തരം എംപ്ലോയ്മെൻറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇതേപോലെ തന്നെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ അത് നോക്കിയിട്ട് നമ്മളോട് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ എംപ്ലോയ്മെൻറ്റ്സ് ആണ് പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടൈപ്പാണ്, നമുക്ക് എഴുതാം അല്ലേ. ടീച്ചിങ് പറയുന്നുണ്ട്, പിന്നെ ഹെൽത്ത് കെയർ നമ്മൾ കണ്ടു, ഡോക്ടർ നേഴ്സിനൊക്കെ കണ്ടു, ട്രാൻസ്പോർട്ടേഷൻ, വണ്ടി, പലതരത്തിലുള്ള വാഹനങ്ങൾ ഓടിക്കുന്ന ആൾക്കാർ ഉണ്ടാവും. ദെൻ നമുക്ക് അനിമൽ ഹസ്ബൻഡറി പറയാം, അതായത് പശുക്കളെ വളർത്തുക അല്ലെങ്കിൽ അതുപോലെയുള്ള കന്നുകാലികളെ വളർത്തുക, അതൊക്കെ ആ തൊഴിലിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അഗ്രികൾച്ചർ പറയുന്നുണ്ട്, ലോയറുടെ പറയുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. ഇതൊക്കെ പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അല്ലേ. ദെൻ ഇതിനെ ഇനി നമ്മൾ തരംതിരിക്കുന്നത് 2 രീതിയിലാണ്, അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സും നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സും. അപ്പോൾ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികളെയാണ് അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെ പറയാം, ഇതിൽ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്.
Agricultural employment is the work done using the natural resources such as cultivation of plants for food and fiber production, animal husbandry, pisciculture, etc. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ മീൻ വളർത്തലാണെങ്കിലും ചെടികൾ വളർത്തുന്നതാണെങ്കിലും അനിമൽസിനെ വളർത്തുന്നതാണെങ്കിലും അല്ല കൃഷി ഫുഡിന് വേണ്ടിയിട്ടുള്ള പല സാധനങ്ങൾ കൃഷി ചെയ്യുന്ന പച്ചക്കറി, നെല്ല്, അങ്ങനെ പല രീതിയിലുള്ള കൃഷി, ഇതെല്ലാം ഇതിൽ വരുന്നതാണ് അഗ്രികൾച്ചറുമായി റിലേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ്സിൽ വരുന്നതാണ്. അതുകൂടാതെ ഇത്തരം സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ജോലിക്കാരും ഉണ്ടാവും അല്ലേ, അവർക്കൊക്കെ എന്താണ് അവരുടെ വരുമാന സ്രോതസ്സൊക്കെ ഈ കൃഷിയുമായി റിലേറ്റഡ് ആണ്. അപ്പോൾ അതൊക്കെ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സിൽ വരുന്നതാണ്. പിന്നെ അതിൽ സൈഡിൽ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ 46.5% ഓഫ് ടോട്ടൽ വർക്ക് ഫോഴ്സ്, ഈ ഒരു 46.5% ആൾക്കാരും അത്രയും ശതമാനം ആൾക്കാരും ജോലി ചെയ്യുന്നത് ഈ അഗ്രികൾച്ചറും അതും റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലാണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യയുടെ മൊത്തം വരുമാനത്തിൻ്റെ ഒരു മേജർ ഭാഗം കൊടുക്കുന്നത് ഈ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ കൃഷി നമ്മുടെ രാജ്യത്ത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. ഇനി നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയുന്നത് പോലെ all kinds of employments that are not included in agricultural employments can be considered as agricultural employment, non-agricultural employments. അപ്പോൾ അഗ്രികൾച്ചറുമായി റിലേറ്റഡ് അല്ലാത്ത എല്ലാ തരത്തിലുള്ള ജോലികളെയും നമുക്ക് നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ് എന്ന് പറയാം. അതിൽ പല തരത്തിലുള്ള സർവീസസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആർ നോൺ കൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ്, നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ്. അതിൽ എക്സാമ്പിൾസ് പറയുന്നുണ്ട്: മാനുഫാക്ചറിങ് ഓഫ് ക്ലോത്ത്സ്, കൺസ്ട്രക്ഷൻ, ബിസിനസ്, ബാങ്കിങ്, ടീച്ചിങ്, ട്രാൻസ്പോർട്ടേഷൻ, വർക്ക് ഇൻ ദ ഫാക്ടറി. ഇതൊക്കെ എന്താണ് നോൺ അഗ്രികൾച്ചറലാണ്. ഇപ്പോൾ നമ്മുടെ ബിസിനസ് ആണെങ്കിലും ബാങ്കിൽ ജോലി ചെയ്യുന്ന, ബാങ്കുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നത്, കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന അല്ലേ, നിർമ്മാണ പ്രവർത്തികളിൽ ഏർപ്പെടുന്ന ആൾക്കാർ, ട്രാൻസ്പോർട്ടേഷൻ വണ്ടികളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇവരൊന്നും എന്തല്ല അഗ്രികൾച്ചറൽ അല്ല. അപ്പോൾ നോൺ അഗ്രികൾച്ചറൽ എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ എക്സാമ്പിളുകളുണ്ട്, അഗ്രികൾച്ചറിനും എക്സാമ്പിളുകളുണ്ട്. ആ എക്സാമ്പിളുകൾ എഴുതാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെഴുതണം, ഇതിൽ എക്സാമ്പിളുകൾ എഴുതി വെക്കണം, അത് പഠിച്ചു വെക്കണം. ഇനി കുറച്ച് എക്സാമ്പിൾ തന്നിട്ട് അതിന് അഗ്രികൾച്ചറൽ നോൺ അഗ്രികൾച്ചറൽ എന്ന് പറഞ്ഞ് എഴുതാൻ പറഞ്ഞാലും അത് മാറ്റി എഴുതാൻ വേണ്ടി നിങ്ങൾക്ക് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സാമ്പിളുകൾ പഠിച്ചു വയ്ക്കാം. അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സിന് 2 എക്സാമ്പിൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്: കൾട്ടിവേഷൻ ഓഫ് റൈസും പിസിക്കൾച്ചറും, അതായത് നെൽകൃഷിയും അതുപോലെ മീൻ വളർത്തലും അല്ലേ. പിന്നെ അതുകൂടാതെ നമുക്ക് വേറെ എന്തൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും? പോൾട്രി ഫീൽഡ് എഴുതാം അല്ലേ, അതായത് നമ്മുടെ കോഴി, അതുമായി കോഴി അത്തരത്തിലുള്ള സാധനങ്ങളെയൊക്കെ വളർത്തുന്നത്. പിന്നെ കാറ്റിൽ ഫാമിങ്, പശുക്കളെ വളർത്തുന്നത്. പിന്നെ ഫാം വർക്കേഴ്സ് അല്ലേ, ഫാമിൽ ജോലി ചെയ്യുന്ന വ്യത്യസ്ത തരത്തിലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ് ആണ്. പിന്നെ നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സിൽ നമുക്ക് ബിസിനസ്സും ബിൽഡിംഗ് കൺസ്ട്രക്ഷനും തന്നിട്ടുണ്ട്. അതുകൂടാതെ IT ജോബുകൾ എഴുതാം, ബാങ്കിങ്, ട്രാൻസ്പോർട്ടേഷൻ, ഇതൊക്കെ ഇതിലും എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതിങ്ങനെ ധാരാളം എക്സാമ്പിളുകൾ നമുക്ക് മനസ്സിലാക്കി വയ്ക്കുക, അതിനനുസരിച്ചിട്ട് എക്സാമിന് ഉപയോഗിക്കാം. ഓക്കെ, അടുത്തത് നോക്കൂ, സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ്, അതായത് സ്വയം തൊഴിൽ. ഇനി നമ്മൾ മറ്റൊരാളുടെ അണ്ടറിൽ പോയി ജോലി ചെയ്ത് നമുക്ക് ആരെങ്കിലും വേജോ സാലറിയോ തരുന്നതിന് പകരം നമ്മൾ സ്വയം ഒരു തൊഴിൽ തുടങ്ങി അതിൽ നിന്ന് നമുക്ക് വരുമാനം ലഭിക്കുന്നതിനെയാണ് സെൽഫ് എംപ്ലോയ്മെൻ്റ് എന്ന് പറയാം. Sibi's parents run a pickle unit called Star Pickles. They started this employment initiative with the help of the government in a situation where there was no employment of their own, and now it is moving ahead profitably. അപ്പോൾ സിബിയുടെ പാരൻസ് എന്താ നടത്തുന്നത്? ഒരു അച്ചാർ യൂണിറ്റാണ് നടത്തുന്നത്. അത് ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് അവർ ചെയ്തത്. ഇപ്പോൾ അവർക്കത് ലാഭമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. Around 10 families are getting employment through this initiative, apart from being a source of income for Sibi's family. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് സിബിയുടെ ഫാമിലിയുടെ കൂടാതെ അതിന് ചുറ്റുമുള്ള മറ്റ് 10 കുടുംബങ്ങളുടെയും കൂടി ഒരു വരുമാന മാർഗ്ഗമായിട്ട് ഇവരുടെ ഈ ഒരു പിക്കിൾ യൂണിറ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു സ്വയം തൊഴിൽ കണ്ടെത്തുമ്പം അതിൻ്റെ കൂടെ മറ്റൊരാൾക്കും കൂടി തൊഴിൽ കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ചെറിയ ചെറിയ സംരംഭങ്ങൾ നമ്മുടെ ചുറ്റും ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെറിയൊരു മറ്റേ തയ്യൽ യൂണിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കുന്നതായിരിക്കാം. അങ്ങനെ പലതരത്തിലുള്ള ജോലികൾ ഓരോരുത്തരും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് സെൽഫ് എംപ്ലോയ്മെൻ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനൊരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെൽഫ് എംപ്ലോയ്മെൻറ്റ് മീൻസ് ഏർണിംഗ് എ ലൈവ്ലിഹുഡ് ത്രൂ ഇൻഡിപെൻഡൻറ്റ് എക്കണോമിക് ആക്ടിവിറ്റി വിത്തൗട്ട് ബീയിങ് അണ്ടർ ദ കൺട്രോൾ
ഓഫ് എനി എംപ്ലോയർ. അപ്പോൾ മറ്റൊരു മുതലാളിയുടെ ഒരു മുതലാളി ഇല്ലാതെ നമ്മൾ സ്വയം നമ്മുടെ ജീവിതമാർഗം കണ്ടെത്തുന്നതിനെയാണ് സെൽഫ് എംപ്ലോയ്മെൻ്റ് എന്ന് പറയുക. നമുക്ക് ശമ്പളം തരാനോ അല്ലെങ്കിൽ നമുക്ക് നിർദ്ദേശം തരാനോ നമ്മുടെ മുകളിൽ വേറെ ഒരാളില്ല, നമ്മൾ തന്നെയാണ് നമ്മുടെ മുതലാളി. അങ്ങനെയുള്ള ഒരു അവസ്ഥേനെയാണ് എന്ത് പറയുക, സെൽഫ് എംപ്ലോയ്മെൻ്റ് എന്ന് പറയുക. Self-employed persons have their own enterprises and at the same time carry out all the responsibility of the employee. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അതിൻ്റെ ഗുണമുണ്ട്, അതിൻ്റെ ഉത്തരവാദിത്വം കൂടുതലും നമുക്കുണ്ട്. In self-employment initiatives, individuals mostly manage their enterprises alone. Self-employed entrepreneurs are the sole beneficiaries of the income derived from it. അപ്പോൾ സാധാരണ ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ എല്ലാ ജോലിയും അവർ തന്നെ ആയിരിക്കും ചെയ്യണത്, അതിൻ്റെ വരുമാനവും അവർക്ക് തന്നെയായിരിക്കും ലഭിക്കുക. ദെൻ അതിന് കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഗ്രോസറി ഷോപ്സ്, ടൈലറിങ് ഷോപ്സ്, ബേക്കറീസ്. ഇത് അതായത് ഒരു വ്യക്തി മാത്രമായിട്ട് ഒറ്റയ്ക്ക് നടത്തുന്ന ചെറിയ തുന്നൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ ബേക്കറി അല്ലേ, ഒരാൾ നടത്തുന്ന ബേക്കറി, ഗ്രോസറി ഷോപ്പ്, നമ്മുടെ കച്ചവട ചെറിയ കടകളൊക്കെ ഇല്ലേ, അതൊക്കെ എന്താണ് ഇത്തരത്തിലുള്ള സെൽഫ് എംപ്ലോയ്മെൻറ്റിന് എക്സാമ്പിളാണ് കേട്ടോ. ഇപ്പോൾ ഒരാളൊരു തട്ടുകട തുടങ്ങുന്നു അല്ലേ, അപ്പോൾ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ. അയാൾ തന്നെ സാധനങ്ങൾ ഉണ്ടാക്കുന്നു, അയാൾ തന്നെ വിൽക്കുന്നു, അയാൾ തന്നെ പൈസ വാങ്ങിക്കുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്, ഒരു സെൽഫ് എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ ഒരുപാട് ജോലികൾ നമുക്ക് നമ്മുടെ ചുറ്റും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ അത്തരത്തിലുള്ള ചില സെൽഫ് എംപ്ലോയ്മെൻറ്റ് ജോലികളെ കുറിച്ചിട്ടുള്ള പിക്ചേഴ്സാണ് അതിൽ തന്നിരിക്കുന്നത്. ഓരോന്നും എന്താണെന്ന് നമുക്ക് എഴുതണം. ഫസ്റ്റത്തെ എന്താണ്, ടൈലറിങ് ആണ് അല്ലേ. ദെൻ സെക്കൻഡ് വൺ ബാഗ് മേക്കിംഗ് ആണ്. ആ ലേഡീസ് ബാഗുകൾ നിർമ്മിക്കുകയാണ്, പേപ്പർ ബാഗുകൾ. ദെൻ അതേപോലെ അടുത്തത് നോക്കൂ, അവിടെ എന്താ സംഭവം, അതൊരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന ഇതാണ് അല്ലേ. ഇപ്പോൾ നമുക്ക് ഫോട്ടോസ്റ്റാറ്റ് ഷോപ്പ് എഴുതാം. ദെൻ ഡി ആണെങ്കിൽ എന്താണ്, പിക്കിൾ മേക്കിംഗ് ആണ്, അച്ചാറുകൾ ഒക്കെ നിർമ്മിക്കുകയാണ് ആ ലേഡി ചെയ്യണേ അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള സെൽഫ് എംപ്ലോയ്മെൻറ്റ് എൻ്റർപ്രൈസസിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് അത് കഴിഞ്ഞ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു പോയിൻ്റ് അതിൽ കൊടുത്തിട്ടുണ്ട്, ഇൻഡിവിജ്വൽസ് ക്യാൻ ഏൺ ത്രൂ സെൽഫ് എംപ്ലോയ്മെൻറ്റ് വിത്തൗട്ട് ഡിപ്പെൻഡിങ് അതേഴ്സ്. അപ്പോൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ അവർക്കൊരു സ്വയമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നു. അത് സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു ക്യാരക്ടറാണ്, ഒരു സവിശേഷതയാണ്. അതേപോലെ നമുക്ക് വേറെ എന്തെല്ലാം എഴുതാം, ദ പേഴ്സൺസ് ക്യാൻ കൺട്രോൾ ദെയർ വർക്ക് എൻവയോൺമെൻറ്റ് ആൻഡ് ഷെഡ്യൂൾ. അപ്പോൾ ഓരോ വ്യക്തിക്കും സെൽഫ് എംപ്ലോയ്മെൻറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് അവർ ജോലി ചെയ്യുന്ന സാഹചര്യം എങ്ങനെ വേണം, സമയം എങ്ങനെ വേണം എന്നുള്ളതൊക്കെ അവർക്ക് സ്വയം തീരുമാനിക്കാം. പലർക്കും പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റാത്തത് അവരുടെ ആ ഒരു വർക്ക് ഷെഡ്യൂൾ, ആ ഒരു സമയത്തിനനുസരിച്ച് അവർക്ക് പുറത്ത് പോകാൻ പറ്റാത്തതിൻ്റെയോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്തതിൻ്റെയൊക്കെ സാഹചര്യം കാരണമായിരിക്കും പലർക്കും പുറത്ത് പോയി മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സൗകര്യത്തിനും സമയത്തിനും അനുസരിച്ച് ജോലി സമയം കണ്ടെത്താനും അതിനനുസരിച്ച് ചെയ്യാനും ഈ സെൽഫ് എംപ്ലോയ്മെൻറ്റിൽ പറ്റും. അതേപോലെ മറ്റൊന്നെന്ന് പറയുന്നത്, ദ പേഴ്സൺസ് ക്യാൻ ചൂസ് ദെയർ കോവർക്കേഴ്സ്. ഇനി അവരുടെ ഒപ്പം ജോലി ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് തന്നെ തിരഞ്ഞെടുക്കും. ഇപ്പോൾ നമ്മളൊരു സ്വയം തൊഴിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൂടെ ആര് ജോലി ചെയ്യണം, ആർക്ക് ജോലി കൊടുക്കണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. മറ്റൊരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് ഈ ആളുടെ കൂടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ ജോലി ചെയ്യാൻ താല്പര്യമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ സ്വന്തം ഒരു കമ്പനി ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഒരു ഓൺട്രപ്രണർഷിപ്പ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമുക്ക് വേണ്ട ആൾക്കാർ, ഇപ്പോൾ ലേഡീസിന് കൂടുതലായിട്ട് ജോലി കൊടുക്കണം എന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് ലേഡീസിനെ കോവർക്കേഴ്സായിട്ട് എടുക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് തീരുമാനിക്കാം എന്നുള്ളതാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് എൻ്റർപ്രൈസസിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പോയിന്റുകളൊക്കെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ പറയുന്നുണ്ട്, സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്ലേസ് എ മേജർ റോൾ ഇൻ ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് ദ കൺട്രി. നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയിൽ, സാമ്പത്തിക വളർച്ചയിൽ ഇത്തരം സെൽഫ് എൻ്റർപ്രൈസസുകൾക്ക് വളരെ ഒരു മികച്ച പങ്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ്സ് വേരിയസ് സ്കീംസ് ടു പ്രൊമോട്ട് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഇനീഷ്യേറ്റീവ്. ഗവൺമെൻറ് പലതരത്തിലുള്ള സഹായം ഇതേപോലെയുള്ള സ്വയം തൊഴിലുകൾക്ക് പലതരത്തിലുള്ള സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിന് ചില എക്സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഓരോ സ്കീമുകൾ. ഒന്ന്, നവജീവൻ പ്രൊജക്റ്റ്.
നവജീവൻ പ്രോജക്റ്റ് സീനിയർ സിറ്റിസൺസിന് കുറച്ച് പ്രായം ആയ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കൈവല്യ എന്ന് പറയുമ്പോൾ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്, എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഇത്തരത്തിൽ സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് സാമ്പത്തിക സഹായമൊക്കെ ചെയ്യുന്നതാണ് കൈവല്യ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ശരണ്യ എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഒരെണ്ണം നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്, അതിന് നമുക്ക് എഴുതാം ജീവനം. ജീവനം ആർക്ക് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഈ ക്രൈം വിക്ടിംസിനും അവരുടെ ഫാമിലീസിനൊക്കെ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഇതേപോലെ ക്രൈമിലൊക്കെ ഭാഗമായിട്ട് എന്തെങ്കിലും എന്താ പറയുക നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള ആൾക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സ്കീമാണ് ജീവനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. ഇതിൽ ഈ സ്കീമിൻ്റെ പേരും അതിൻ്റെ ബെനിഫിഷ്യറി, അതായത് ഗുണഭോക്താവ്, ആർക്കാണ് ഈ ഗുണം കിട്ടുന്നത്, അത് പഠിച്ചു വെക്കണം, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ ചില ഇത്തരത്തിലുള്ള സെൽഫ് എംപ്ലോയ്മെൻറ്റ് യൂണിറ്റുകൾ തുടങ്ങിയിട്ട് സക്സസ് ആയ ഒരു 2 സ്റ്റോറി അതിൽ പറയുന്നുണ്ട്. സ്നാക്ക് മാനുഫാക്ചറിങ് സ്റ്റാർട്ടഡ് ഇൻ മേക്ക് ഷിഫ്റ്റ് ഷെഡ് ഓഫ് എ ഹൗസ്, അതായത് ഒരു വീടിനോട് ചേർന്നുള്ള ഒരു ഷെഡിൽ തുടങ്ങിയ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്ന നിർമ്മാണ യൂണിറ്റിൻ്റെ കഥയാണ് പറയുന്നത്. അനു, ബോൺ ഇൻ എ ഫാമിലി ഓഫ് ഫാമേഴ്സ് ഇൻ മലപ്പുറം ഡിസ്ട്രിക്ട്, സ്റ്റാർട്ടഡ് ഹെർ സെൽഫ് എംപ്ലോയ്മെൻറ്റ് വെഞ്ചർ അറ്റ് ഹെർ ഓൺ ഹോം. ഷീ മെയ്ഡ് നെസസറി ഫെസിലിറ്റീസ് ഇൻ ദ മേക്ക് ഷിഫ്റ്റ് ഷെഡ് ഓഫ് ഹെർ ഹൗസ് ആൻഡ് മെയ്ഡ് ആൻഡ് സോൾഡ് കോമൺ സ്നാക്സ്. അപ്പോൾ മലപ്പുറം ജില്ലയിലുള്ള അനു എന്ന് പറയുന്ന പെൺകുട്ടി എന്താ ചെയ്തത്? വീടിനോട് ചേർന്നിട്ട് ഒരു ചെറിയ ആല പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ കോമൺ ആയിട്ടുള്ള സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി തുടങ്ങിയതാണ്. അങ്ങനെ അവളുടെ എന്ത് ചെയ്തു? ഗ്രാജുവലി ദ ഡിമാൻഡ് ഫോർ ഹെർ പ്രൊഡക്ട്സ് ഇൻക്രീസ്ഡ്. അറ്റ് പ്രസൻറ്റ് എബൌട്ട് 60 ടൈപ്സ് ഓഫ് സ്നാക്സ് ആർ മാനുഫാക്ചേർഡ് ആൻഡ് സോൾഡ് ഹിയർ. ഹെർ ബിസിനസ് ഹാസ് സ്കെയിൽഡ് ടു ആൾമോസ്റ്റ് 11 crore rupees എ ഇയർ നൗ. അപ്പോൾ 60 തരത്തിലുള്ള സ്നാക്സുകൾ ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് അവളുടെ ബിസിനസ് എന്ന് പറയുന്നത് ഏകദേശം 11 കോടി രൂപ ഒരു വരുമാനം, അല്ലെങ്കിൽ ഒരു വർഷം അത്രയും ബിസിനസ് നടക്കുന്ന ഒരു സ്ഥാപനമായിട്ട് അത് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് വലിയ വലിയ കമ്പനീസായി മാറിയ പല കാര്യങ്ങളും ഉണ്ട്. എ ഹോം മേക്കർ ഏർണിംഗ് ₹50,000 per month. Sajida is a successful entrepreneur who converted her hobby of painting to a profit-making business. Her business is fabric painting. She beautifully painted on sarees, shirts, churidars and children's wear. She successfully developed a fabric painting from a hobby into a business. Currently she earns ₹50,000 per month. അപ്പോൾ സജിത എന്താ ചെയ്യുന്നത്? ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്തിട്ട് മാസം 50,000 രൂപയോളം വരുമാനം ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. ഷർട്ടിലും ചുരിദാറിലും സാരിയിലൊക്കെ ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്തിട്ട് അവരുടെ ഹോബി ആയിരുന്നു അത്, അതിനൊരു ബിസിനസ്സാക്കി മാറ്റി ഇപ്പം നല്ലൊരു വരുമാനം കണ്ടെത്തുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് സക്സസ് സ്റ്റോറീസ് നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ജോലികൾ എപ്പോഴും നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമുക്ക് പഠിച്ച് നല്ലൊരു അത്തരത്തിലുള്ള ഒരു ജോലി കണ്ടെത്താനാണ് താല്പര്യമെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ കഴിവ് എന്താണോ അത് തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള ജോലി നമുക്ക് സ്വയം കണ്ടെത്താനും അതുമൂലം മറ്റുള്ളവർക്ക് കൂടി ജോലി കൊടുക്കാനും ഒക്കെ ഉള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്നത്. Okay, so if you have confidence and work and the will to work, you can engage in various employments and achieve success in life. അപ്പോൾ നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള കോൺഫിഡൻസും അതിനുള്ള കഴിവും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പല രീതിയിൽ നമുക്ക് ജീവിതത്തിൽ സക്സസ് ആവാൻ പറ്റും. എവറി എംപ്ലോയ്മെൻറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഗ്ലോറി. എവരി വൺ ഹാസ് ദ റൈറ്റ് ടു ചൂസ് ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് ദെയർ ചോയ്സ് അക്കോർഡിംഗ് ടു ദെയർ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. അപ്പോൾ എല്ലാ ജോലിക്കും അതിൻ്റേതായ ഒരു എന്താ ഉള്ളത്, അതിൻ്റേതായ ഒരു അഭിമാനവും ഗ്ലോറിയും ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരിക്കലും ഡോക്ടറാവുക അല്ലെങ്കിൽ എഞ്ചിനീയർ ആവുക അങ്ങനെയുള്ള ജോലികളെ മാത്രമല്ല ഒരു ജോലിയായിട്ട് കണ്ടെത്തേണ്ടത്. അതായത് ഒരു ഓഫീസ് ജോലി മാത്രമാണ് ഒരു നല്ല ജോലി എന്ന് വിചാരിക്കരുത്. ഏത് തൊഴിൽ നമ്മൾ ചെയ്താലും നമ്മൾ ചെയ്യുന്ന മാന്യമായ ഏത് തൊഴിലിനും അതിൻ്റേതായ ഒരു അഭിമാനം ഉണ്ട് അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ജോലികൾ ചെയ്യുക, നല്ല രീതിയിൽ ചെയ്യുന്ന ജോലികൾ ചെയ്യുക. മോശമായ കാര്യങ്ങളിൽ ഇന്ന് ചിലപ്പോൾ നമുക്ക് കൂടുതൽ വരുമാനം ലഭിക്കുമായിരിക്കും, പക്ഷെ അതിലേക്ക് തിരിയാതെ മാന്യമായ രീതിയിൽ നമ്മൾ ഏത് തൊഴിൽ ചെയ്താലും അതിൻ്റേതായ അത് നമുക്ക് അഭിമാനത്തോടെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ദെൻ എംപ്ലോയ്മെൻറ്റ്സ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡിറ്റർമിനിങ് ദ സോഷ്യോ എക്കണോമിക് പ്രോഗ്രസ് ഓഫ് എ കൺട്രി. അപ്പം നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷനും നമ്മുടെ കഴിവിനും അനുസരിച്ച് നമ്മൾ ജോലി ചെയ്യുക. അത്തരത്തിലാണ് നമ്മുടെ രാജ്യം പോലും വികസിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ.
സോ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അതേപോലെ നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിൽ അറിയിക്കുക. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതേപോലെ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.